ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ ചരിത്രം തുടങ്ങുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയവരാണ് മുതലിയാർ ഫാമിലീസ്. അവരുടെ പരമ്പരാഗത തൊഴിൽ നെയ്ത്തായിരുന്നു. അതിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അവർ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഇഡ്ഡലി കയറി അങ്ങ് കൊളുത്തി. അതിൻ്റെ പേരും പെരുമയും കടലും കടന്ന് ലോകമെങ്ങും വ്യാപിച്ചു. രാമശ്ശേരി ഇഡ്ഡലിയുടെ ചരിത്രം അവിടെ തുടങ്ങിയാണ്. ഇന്ന് ആ ഫാമിലിയുടെ 5ാം തലമുറയിൽപ്പെട്ടവരാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ആകെ 4 കുടുംബങ്ങൾ മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ. അതിലേറ്റവും പ്രശസ്തമായത് സരസ്വതി ടീ സ്റ്റാളാണ്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് റൈസ്, ബ്ലാക്ക് ഗ്രാം, ഉപ്പ് എന്നിവ അരച്ചാണ് തയ്യാറാക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് ശ്രമകരമായ ഒരു രീതിയിലായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഇഡ്ഡലി കുട്ടകമല്ല ഒരിക്കലും ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് പകരം അവർ മൺകുടങ്ങളിൽ വെള്ളം നിറച്ച് വാവട്ടത്തിൽ തുണി ചുറ്റി അതിൽ മാവ് കോരി ഒഴിച്ചാണ് ഇഡ്ഡലി ചുട്ടിരുന്നത്. ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പുളിയുടെ വിറകുകളായിരുന്നു. ഇന്ന് ഈ മൺകുടങ്ങൾ മാറി അലൂമിനിയം സ്റ്റീമറുകളായി മാറി വിറകിന് പകരം ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം പരമ്പരാഗത സ്റ്റൈലിൽ ഈ ഇഡ്ഡലി ചുട്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഇഡ്ഡലിയേക്കാൾ സാമ്യം ദോശയോടാണ്. വളരെ ഫ്ലഫിയാണ് രാമശ്ശേരി ഇഡ്ഡലി. നല്ല ചൂട് ഇഡ്ഡലി സരസ്വതി ടീ സ്റ്റാളിൽ പോയിരുന്ന് സാമ്പാറും ചട്നിയും പൊടിയും ചേർത്ത് കഴിക്കാൻ ബഹുരസമാണ്. ഇഡ്ഡലികളുടെ രാജാവ് എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് രാമശ്ശേരി ഇഡ്ഡലി. കേരളത്തിൽ ഇത്രയും സ്വാദിഷ്ടമായ വേറൊരു ഇഡ്ഡലി കിട്ടാനില്ല. തമിഴ്നാട്ടിലെ മുരുകൻ ഇഡ്ഡലി, കർണാടകത്തിലെ ബിദാദി തട്ട ഇഡ്ഡലി, ഇതെല്ലാം സൗത്ത് ഇന്ത്യയിലെ പേരുകേട്ട ഇഡ്ഡലികളാണ്. അവയെ വെല്ലാൻ പറ്റിയ പേരാണ് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. ഇത്രയും ശ്രമകരമായ രീതിയിൽ ഈ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടും ഇതിൻ്റെ വില 15 രൂപ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ പലതരം ഇഡ്ഡലികൾ കാണാൻ കഴിയും. കാഞ്ചീവരം ഇഡ്ഡലി, എന്തിനേറെ ഖുശ്ബുവിനോടുള്ള ആരാധനാമൂത്ത് തമിഴ്നാട്ടിൽ ഖുശ്ബു ഇഡ്ഡലി വരെയുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മളുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. രാമശ്ശേരി ഇഡ്ഡലിക്ക് തുല്യം രാമശ്ശേരി ഇഡ്ഡലി മാത്രം. ഇന്ന് പാലക്കാടിലെ ചെറു പട്ടണങ്ങളിൽ വരെ ഈ രാമശ്ശേരി ഇഡ്ഡലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഒറിജിനൽ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണമെങ്കിൽ പുതുശ്ശേരിയിൽ നിന്ന് 3.5 കിലോമീറ്റർ സഞ്ചരിച്ച് എലപ്പുള്ളിയിലുള്ള സരസ്വതി ടീ സ്റ്റാളിൽ പോയി തന്നെ കഴിക്കണം. ഇഡ്ഡലിയുടെ ഉത്ഭവം ഇന്തോനേഷ്യയിൽ നിന്നാണെന്ന് കരുതുന്നു. അതെന്തുമായിക്കോട്ടെ, രാവിലെ ചായയോടൊപ്പം ചട്നിയും ചേർത്ത് കൂട്ടിക്കുഴയ്ക്കാൻ നമുക്കെന്തായാലും ഇഡ്ഡലി തന്നെ വേണം. ഇഡ്ഡലി ഇനിയും പ്രശസ്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.